ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. കുക്കറിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കുക്കറിൽ ചെയ്യുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ല് മാറിയിട്ട് നല്ല സ്മെല്ലാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. സാധാരണ നമ്മൾ സവാളയൊക്കെ വഴറ്റി വന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കാറ് അല്ലേ. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ്. ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴണ്ട് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഒരു തവണ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് കറി ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അതാ ചിക്കൻ ഇതുപോലെ കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനിയാണ് നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഇത് നിർബന്ധമല്ല, ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2 ടീസ്പൂൺ നോർമൽ എരിവുള്ള മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി വേണ്ടതാണ് ചിക്കൻ മസാല. ചിക്കൻ മസാല ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി നമ്മൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിനെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ ഒന്ന് അടച്ചു വെക്കാം. കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒറ്റ വിസിലുകൊണ്ട് തന്നെ ഇത് നല്ല പോലെ തന്നെ കുക്കായി കിട്ടും. അങ്ങനെ ആ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഫുൾ പ്രഷറും പോയതിന് ശേഷം വേണം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒറ്റ വിസിലുകൊണ്ട് തന്നെ ചിക്കൻ നല്ല പോലെ കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പകുതി ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നും ഒരേ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നവർ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ചിക്കൻ നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.